പ്രകാശം മാസ്റ്റർ, പ്രതിപക്ഷം ഇപ്പോൾ വിമർശിക്കുന്നത് പോലെ, CPIM മുമ്പോട്ട് വെക്കുന്ന വിമർശനങ്ങൾ പോലെ, പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തിയ ആശങ്ക പോലെ ഉള്ള ഒരു ഘട്ടം ഇപ്പോൾ എത്തിയോ? എത്താതെ ഈ ഒരു ചെറിയ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ VD സതീശനെയും സർക്കാർ മിഷനറിയെയും ആക്രമിക്കേണ്ടതുണ്ടോ, വിമർശിക്കേണ്ടതുണ്ടോ? ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ സംശയമാണ്. UDF ഗവൺമെൻറ്റിനെ കേരളത്തിലെ ജനങ്ങൾ വിമർശിക്കുന്നത് അവരുടെ ഈ കഴിഞ്ഞ 3 മാസക്കാലത്തെ അനുഭവങ്ങളെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ്. ഏതെങ്കിലും ഒരു മേഖലക്കകത്ത് നേരത്തെ പറഞ്ഞിരിക്കുന്ന നിലപാടുകളോട് വല്ല നിലയിലും അതിനോട് ഒരു ഗൗരവമായ നിലപാട് സ്വീകരിക്കാൻ ഈ ഗവൺമെൻറ്റിനാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നുള്ള കാര്യം 2019 പ്രളയത്തെക്കുറിച്ച് പറഞ്ഞത് മറ്റാരുമല്ല, ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. ഇവിടെ സാധാരണഗതിയിൽ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കേണ്ടുന്ന ചില ഗൗരവമായ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റി, അതിന് ചെയർമാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ജില്ലാ തലത്തിലുള്ള അതോറിറ്റികൾ അവർ ഈ മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ നടത്തേണ്ട ചില പ്രീ പ്ലാനിങ് ഉണ്ട്. ഇത്തവണ അത് നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയല്ലേ? ഇപ്പോൾ വലിയ മഴ വരുന്നതിന് മുമ്പ് സാധാരണഗതിയിൽ കേരളം കഴിഞ്ഞ കുറേ കാലമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ശുചീകരണ പ്രവർത്തനം, മഴയ്ക്ക് മുമ്പേയുള്ള. അത് ഇത്തവണ കൃത്യമായ നിലക്ക് നടത്തിയിട്ടില്ല എന്നുള്ളത് പൊടിപാറക്കും അറിയാം. ഫലം എന്താ? ഫലം ആദ്യഘട്ട മഴയിൽ തന്നെ 300-ലേറെ ആളുകൾ മരിക്കുന്ന ഒരു നിലയുണ്ടായ കേരളത്തിൽ. മഴ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ തങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. കണ്ണൂർ ജില്ലയിലുള്ള ഞങ്ങളുടെ പ്രദേശത്ത്, അവിടെ പെരിങ്ങോം മേഖലയിൽ ഞങ്ങളവിടെ ഉണ്ടായ ദുരന്തം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ചെന്ന് കാണുകയായിരുന്നു. അവിടെ ചെന്ന് കണ്ടപ്പോൾ ചെറുപുഴ പഞ്ചായത്തിൽ, ആ ചെറുപുഴ പഞ്ചായത്തിൽ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ അവിടെയുള്ള നദി കവിഞ്ഞൊഴുകിയിട്ട് നിരവധി വീടുകളിൽ വെള്ളം കയറി. വീടുകളുടെ ഏതാണ്ട് 1-ാം നില പൂർണ്ണമായിട്ടും, അവിടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വാഹനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും വെള്ളത്തിൽ അമരുന്ന ഒരു നിലയുടെ വെള്ളം ഇറങ്ങാൻ തുടങ്ങി. പക്ഷേ ഞങ്ങൾ ചെല്ലുന്നത് ഇന്ന് വൈകുന്നേരമാണ്. പ്രളയം ആരംഭിക്കുന്നത് ഇന്നലെ 3:30 മണിക്കാണ്. ഇന്ന് വൈകുന്നേരം വരെ അധികാരികൾ ആരും തന്നെ അവിടേക്ക് എത്തിയിട്ടില്ല. അവിടെ ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന ഷെൽട്ടറുകൾ തുറന്നിട്ടുണ്ട്. ആ ഷെൽട്ടറുകളിൽ നാട്ടുകാർ ഏർപ്പെടുത്തിയ സൗകര്യമല്ലാതെ മറ്റ് 2 ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നതിനപ്പുറം ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. അവിടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത് അവർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല, എവിടെ കിടക്കണമെന്നുള്ളത് അറിയില്ല, പായയില്ല, ഭക്ഷണം കൊടുക്കുന്നത് നാട്ടുകാരാണ്. ഇങ്ങനെ ഒരു നില ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, മീൻതുള്ളി, ഈ ചെറുപുഴയിലെ മീൻതുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളിവിടെ ചെന്നപ്പോൾ കണ്ടത്, അവിടെ 6800 കോഴികളെ 4 ചെറുപ്പക്കാർ ചെന്നിട്ട് ഒരു കോഴി ഫാം, കേരള ചിക്കൻ എന്ന പേര് നടത്തുകയാണ്. അതിനകത്ത് മുഴുവൻ വെള്ളം കയറി 6800 കോഴികളും ചത്തു. അത് ചാവുന്നത് ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ്. ഞങ്ങളിന്ന് ചെല്ലുന്ന വൈകുന്നേരം 5 മണിക്കാണ്. അവിടെ വലിയ നിലക്ക് ഇതിൻ്റെ ചത്തതിന് ശേഷമുള്ള ദുർഗന്ധം വമിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ അതിനെല്ലാമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരിതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വില്ലേജ് ഓഫീസർ വന്നിട്ടില്ല, തഹസിൽദാർ വന്നിട്ടില്ല. ഇങ്ങനെയൊരു നില ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ കേരളത്തിൽ ഇത്തരം ദുരന്തങ്ങളെല്ലാം നേരിട്ടപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് രക്ഷാബോധം നൽകാൻ ഒരു ഗവൺമെൻറ്റും അതിന് നയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം പൊടിപാറ കേട്ടില്ലെന്നുണ്ടോ? എൻ്റെ ഓഫീസ് ബ്രീഫ് ചെയ്യുമെന്നാണ്. ഇവിടെ കണക്കുകൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വകുപ്പും ഒരേ മന്ത്രിസഭയുടെ ഭാഗമല്ലേ? അവിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു 8 പേര് മരിച്ചു, റവന്യൂ മന്ത്രി പറയുന്നു 6 പേരെ മരിച്ചുള്ളൂ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നു 6 പേരെ കാണാനില്ല, റവന്യൂ മന്ത്രി പറയുന്നു 4 പേരെ കാണാനില്ല. ഇതെന്തൊരു ഏകോപനാണ്? ഇവിടെ മരിച്ച ആളുകളെ സംബന്ധിച്ചുള്ള കണക്കുകൾ, അനൗദ്യോഗിക കണക്ക് 12 എന്നുള്ളതാണ് മരിച്ച ആളുകളെ സംബന്ധിച്ച്. ഗവൺമെൻറ് ഇപ്പോഴും പറയുന്നത് 8 എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു നിരുത്തരവാദിത്വം ഉണ്ടാകാൻ പറ്റുമോ? 3 മാസക്കാലം മാത്രമായതുകൊണ്ട് അത് അനുവദിക്കാൻ വേണ്ടി പറ്റുമോ? പിന്നെ ഇവിടെ ഇപ്പോൾ പൊടിപാറ നമ്മുടെ ഹെലികോപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെ പൊടിപാറക്ക് ഹെലികോപ്റ്റർ ചർച്ചാ വിഷയമായ കാര്യങ്ങൾ ഓർമ്മയില്ലാതിരിക്കില്ലല്ലോ. ഇവിടെ തികച്ചും ന്യായമായിപ്പോൾ കഴിഞ്ഞ കാലത്ത് ഏറ്റവും ഉപയോഗിച്ചതിനാ നമ്മുടെ അവയവ ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയാണ് ചിലപ്പോൾ ഈ പ്രളയങ്ങൾ ചെന്ന് കാണാൻ. എന്നാൽ അന്ന് അതിനെ ഗൗരവമായി വിമർശിച്ച ആളുകൾ
ലക്ഷക്കണക്കിന് രൂപ ദൂർത്താണ്, ഇത് പിണറായി വിജയൻ്റെ ധിക്കാരമാണ്, ധാർഷ്ട്യമാണ് എന്നെല്ലാം പറഞ്ഞ ആളുകൾ അമ്മായിയപ്പനെ നോക്കാൻ വേണ്ടിയിട്ട് ഹെലികോപ്റ്റർ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഒരു ധാർമ്മിക ച്യുതി കാണണ്ടേ? അതെങ്കിലും പറയാൻ വേണ്ടി കഴിയണ്ടേ? ഇവിടെ ഇത് വാങ്ങിയതും ഉപയോഗിച്ചതും എല്ലാം അന്യായമാണ് എന്ന് പറഞ്ഞ ആളുകൾ സ്വന്തം അമ്മായിയപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്ന് വരുമ്പോൾ അതൊരു ശരിയായില്ല എന്ന് ന്യായമായും പറയാൻ എന്തെല്ലാം കക്ഷി രാഷ്ട്രീയത്തോടുള്ള തൻ്റെ വലിയ നിലക്കുള്ള താല്പര്യമുണ്ടെങ്കിലും അങ്ങനെ പറയാൻ വേണ്ടി പറ്റുമോ? അപ്പോൾ ആളുകൾ വിമർശിക്കുന്നത് വെറുതെയല്ല, വളരെ ഗുരുതരമായ വിപത്തിനെ നടുക്ക് തങ്ങളുടെ രക്ഷകനായിട്ട് 10 കൊല്ലം ഒരു മുഖ്യമന്ത്രി അനുഭവിച്ച നാടാ കേരളം. അത് കേരളം ഈ പറയുന്ന LDF മാത്രമല്ല, വിശദീകരിച്ചതുമായ കാര്യങ്ങൾ ഈ ദുരന്തം ബാധിച്ചവർ എങ്ങനെയാണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പരിച്ഛേദം വാക്കുകളിൽ. ഇല്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല, അങ്ങനെ വന്നിട്ടുമില്ല. അത്തരത്തിലൊരു മുന്നറിയിപ്പോ ആ നിലയിലുള്ളൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്, വലിയ വസ്തുതയാണ്. ശരിക്കും ഇതിനകത്ത് അങ്ങനെ ഒരു അലംഭാവം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ അത് പറഞ്ഞാൽ ശരിയില്ലെങ്കിൽ പോലും അങ്ങനെ അലംഭാവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ ഇന്നലെ രാത്രിയിൽ ഇത് ഒരു അറിയിപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും പറയുന്ന വലിയ നാശനഷ്ടം ഉണ്ടാകുമായിരുന്നില്ല. ഇതിന് മുൻ വർഷങ്ങളിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അതിനിയും ഭരണം മാറിയത് കൊണ്ടോ എന്തോ. എന്നാൽ ഇത്തവണ വെള്ളം പൊങ്ങിയപ്പോൾ യാതൊരു മുന്നറിയിപ്പും നൽകാൻ ബന്ധപ്പെട്ട ഭരണകൂടത്തിനോ റാന്നി MLA ശ്രീ പഴകുളം മധുവിനോ സാധിച്ചിട്ടില്ല. ഭയങ്കര ദുരിതമായിരുന്നു അത്. പിന്നെ ഗവൺമെൻറ്റോ ഒക്കെ ആദ്യം അതിന് ഒരു ഏകീകരണം ഇല്ലായിരുന്നു. പിന്നെ കളക്ടർ അവരിവരൊക്കെ വന്നിട്ടുണ്ട്. കളക്ടർ ഇന്നലെ പോലും പറഞ്ഞു കഴിഞ്ഞിട്ട് നടന്നില്ലെന്നാണ് കളക്ടറൊക്കെ പറഞ്ഞു. പിന്നെ തഹസീൽദാർ ഉൾപ്പെടെ എല്ലാവരും തഹസീൽദാരൊക്കെ ഇന്നാ വന്നു. ഇതാണ് അത്. പൊടിപ്പാറ സാറും ജയചന്ദ്രൻ സാറും ഒപ്പം രതീഷ് ചക്രപാണിയും ഒക്കെ കേൾക്കേണ്ടതാണ്. പ്രകാശം മാസ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ താങ്കൾ പറഞ്ഞു വന്നത്. അതിൽ ഇവിടെ ഇപ്പോൾ ചെറുപുഴയിൽ ഒരാൾ ഇന്നലെ വൈകുന്നേരം മുതൽ കാണാനില്ല. അവിടെ ഞാൻ പറയട്ടെ, ഒരു ആംബുലൻസ് പോലും എത്തിയിട്ടില്ല. ഇപ്പോൾ സാധാരണഗതിയിൽ അവിടെ ഈ മണ്ണ് മാന്താൻ ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങളെല്ലാം പിന്നെ സാധാരണ ദുരന്തം ഉണ്ടാകുമ്പോൾ എത്തുന്നതാണല്ലോ. 24 മണിക്കൂറായിട്ട് അവിടെ ഇയാളെ തിരയാൻ, കാണാതായ മനുഷ്യനെ തിരയാൻ സംവിധാനമില്ല. ഇപ്പം മുതലപ്പൊടിയിൽ ഒരാളെ കാണാനില്ല. അവിടെയുള്ള ജനങ്ങൾ പറയുന്ന കാര്യം എന്താ? 14 മണിക്കൂറായിട്ട് അതിനുവേണ്ടി ഒരു സംവിധാനമില്ല. ഒരു മനുഷ്യൻ്റെ ജീവന് ഒരു വില കൽപ്പിക്കാൻ ഭരിക്കുന്ന ഗവൺമെൻറ് ബാധ്യതയില്ലേ? അപ്പോൾ അതെല്ലാം എത്ര ലാഘവത്തോടെയാണ് ഗവൺമെൻറ് നോക്കി കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് വെറും 3 മാസക്കാലമായിട്ടുള്ള മുഖ്യമന്ത്രിയെയും ഗവൺമെൻറ് വിമർശിക്കേണ്ടി വരുന്നത്. ജനങ്ങൾക്ക് അവരുടെ തൊട്ടു മുമ്പിലുള്ള അനുഭവമുണ്ട്. അവർ പ്രളയമുണ്ടായപ്പോൾ, ദുരന്തമുണ്ടായപ്പോൾ ഒക്കെ അവരുടെ കൈപിടിച്ചുയർത്താൻ, അവരെ കൂടെ നിൽക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, അവരുടെ എല്ലാ ദിവസവും സംവദിക്കാൻ ഈ കേരളത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അതിനെ നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ഒരു രക്ഷകന്റെ ഫീല് ഏത് പാർട്ടിക്കാർക്കായാലും ഈ കേരളത്തിൽ 10 കൊല്ലക്കാലമുണ്ട്. ആ ഫീൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും ഗൗരവമായിട്ട് കാര്യം.